ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പോവാണ് ആലപ്പുഴ. അതിന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും ഉണ്ട്. ആദ്യം നമുക്ക് അവരെ പിക്കപ്പ് ചെയ്യാം, എന്നിട്ട് ആലപ്പുഴയ്ക്ക് പോവാം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ഫോറിനേഴ്സാണ് അവർ. ഇപ്പം നമ്മൾ ആലപ്പുഴ എത്തി. ഇവിടെ നമുക്ക് റമദാൻ ഹോട്ടലിൽ റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കഴിച്ചിട്ട് നമുക്ക് ഹൗസ് ബോട്ടിങ്ങിന് പോവാം. ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണിക്കാണ് ടൈം പറഞ്ഞത്. അതുവരെ നമുക്ക് ടൈമുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ സമയമായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അവർ കോൾ ചെയ്തിട്ടുണ്ട്. സമയം 11:15. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് റംദാൻ റിസോർട്ട് ആലപ്പുഴ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആ ബോട്ടുള്ളത്. ഈ ഹോട്ടലുമായിട്ട് തന്നെ ഇവർക്ക് പാക്കേജസ് ഉണ്ട്, ഹൗസ് ബോട്ട് യാത്ര. അങ്ങനെ ഹൗസ് ബോട്ടിൽ കയറി. അച്ചു ആണ് പേര്, അച്ചു എന്നാണ് ഹൗസ് ബോട്ടിൻ്റെ പേര്. അപ്പം ബോട്ട് റിവേഴ്സ് എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേമ്പനാട്ട് കായലിൽ കൂടെയുള്ള യാത്ര, അതാണ് ഇന്നത്തെ വ്ലോഗ്. ഇതിൽ തന്നെ എല്ലാം അറേഞ്ച്ഡാണ്, പാക്കേജാണ്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം. ആദ്യം നമുക്ക് ബോട്ടൊന്ന് പരിചയപ്പെടാം. നമുക്ക് ബോട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇവിടെ ഇതിൽ 2 റൂമാണുള്ളത്. അറ്റാച്ച്ഡാണ്, AC ആണ്. അപ്പം ആദ്യത്തെ റൂം ഫസ്റ്റ് തന്നെ കാണുന്നതാണ്. ഇതാണ് ആദ്യത്തെ റൂം. അറ്റാച്ച്ഡാണ്, എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്, വെൽ അറേഞ്ച്ഡാണ്, ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ നടുവിലായിട്ടാണ്, 2 റൂമിന് നടുവിലായിട്ടാണ് വാഷിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് രണ്ടാമത്തെ റൂം. അതാണ് കിച്ചണ്. രണ്ടാമത്തെ റൂമും അറ്റാച്ച്ഡാണ്, AC ആണ്, സെയിം ആണ്, എല്ലാം നീറ്റാണ്. അപ്പം കിച്ചൺ ആ സൈഡാണ്. ഇതിൽ തന്നെയാണ് ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നത്. വെൽക്കം ഡ്രിങ്കാണ്, അത് കുടിച്ചു. ഇനി നമുക്ക് കുറച്ച് കായൽ ആസ്വദിക്കാം. വേമ്പനാട്ട് കായലിലെ യാത്ര. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡിന് വേണ്ടി നമുക്ക് സീ ഫുഡ്, ഫിഷ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഏരിയയിലേക്ക് വന്നതാണ്, ഒരു വീട്ടിൽ തന്നെയാണ്. ക്രാബ്, പ്രോൺസൊക്കെ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് നമുക്കത് ഇവിടുന്ന് വാങ്ങിക്കാം. അത് കട്ട്ല ഫിഷ്, സ്നാപ്പർ ടൈപ്പ്. ഇത് സീയിലെ സ്നാപ്പർ. ഇത് black pomfret. The tuna. Maybe one of these. Yeah, good yeah, size. delicious. Yeah, one of the snappers, right? No, that was the snapper. Oh, that's the snapper. Yeah, this is good. Yeah. Yeah, let's go for that. താഴെ പോയി പിടിച്ചോണ്ടേ. Our lunch. തരട്ടെ തരട്ടെ. അല്ല പിന്നെ അത് അവന്
കിച്ചണിലേക്ക് വന്നതാണ്. നമ്മൾ വാങ്ങിച്ച അതാ മീനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടനാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ആ വരുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതാണ് ചുണ്ടൻ വെള്ളം. നമ്മുടെ വള്ളം കളിക്കില്ല, ചുണ്ടൻ വെള്ളം. അതെന്തോ ഫോട്ടോഷൂട്ടിനോ മറ്റോ കൊണ്ടുപോയിരിക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. ഞാനെന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത്. 2 എണ്ണം ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലേ. It's called Northern Colony. Smell the ferment side. ഇവരിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ തെങ്ങിൻ കള്ള് അവർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു. ആ സ്മെല്ലാണ് അവർക്ക് ഇഷ്ടമായത്. Sugar. സമയം ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ അതുവരെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് യാത്ര പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വയലിൻ്റെ സൈഡിൽ. അപ്പോഴാണ് ഇവിടെ 2 ചേട്ടന്മാർ കക്ക പറിക്കുന്നത് കാണുന്നത്. കായലിൻ്റെ അടിയിൽ പോയിട്ടാണ് ചളിയിൽ നിന്ന് അവർ പെറുക്കിയെടുക്കുന്നത്. രാവിലെ 7 മണിക്കെങ്ങാനും തുടങ്ങിയതാണ്. ഇപ്പോൾ അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈമായി. ബീഫ്, ചിക്കൻ, ടൂണ കറി, ക്രാബ്, കപ്പ, മീൻ പൊരിച്ചത്, കരിമീൻ പൊള്ളിച്ചത്, പപ്പടം, 2 ഉപ്പേരി ഉണ്ടായിരുന്നു. ക്യാബേജ് തോരനും പിന്നെ പയർ തോരനും. ഈ 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സാലഡും. പിന്നെ നമ്മൾ വാങ്ങിച്ച പ്രോൺസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായി. കാറ്റൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിയത് ബോട്ട് സൈഡാക്കിയത് ഒരു പള്ളി കാണാനാണ്. കുറേ കാലം തോന്നുന്നത് അടച്ചിട്ടിരിക്കുന്നത്. ആരും കാണുന്നൊന്നുമില്ല. ഉള്ളിൽ ക്ലോസ്ഡ് ആണ്. ഉള്ളിലാരും ഒന്നുമില്ല. തോന്നി ഇവിടെ എങ്ങനെയൊന്നും ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. പള്ളിയുടെ പേരറിയില്ല കേട്ടോ, മറന്നുപോയി. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇറങ്ങി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം വൈകുന്നേരം ആവാറായി. അതുകൊണ്ട് വെയിൽ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സമയം 4 മണിയായപ്പോൾ
ഇപ്പോൾ ഒരു ചായയും പഴംപൊരിയും കൊണ്ടുവരുന്നു. നല്ല ടേസ്റ്റി ചായയും പഴംപൊരി. ആ കാണുന്ന ഷീറ്റിട്ട സൈഡുണ്ടല്ലോ, അതാണ് വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നത്തെ സ്പോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. സൈഡ് മുഴുവൻ ഗാലറീസ് ആയിരുന്നു പറഞ്ഞു. ഞാനിതുവരെ കണ്ടിട്ടില്ല, അടുത്ത പ്രാവശ്യം വരണം. അപ്പം നമ്മുടെ ഇന്നത്തെ വേമ്പനാട്ട് കായൽ ഹൗസ് ബോട്ട് യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. സമയമായി 5 മണിയായി, ഉറങ്ങാനുള്ള ടൈമായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കയറിയത്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഇഷ്ടമായി, നമ്മുടെ ഗസ്റ്റിനും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.